ജഗദീഷ് ഇന്നസെന്റ് കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയുടെ ആഘോഷമൊരുക്കിയ ഞാൻ കോടീശ്വരൻ എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. നായ്ക്കൾ കുറയ്ക്കുന്നു. ആരാത്? പോറ പട്ടി എവിടുന്ന്? വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ. എന്റെ മോണി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിനക്ക് 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 എന്നെ അപ്പുണ്ണി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്. ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. മോനെ അപ്പുണ്ണി, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി, കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കേ പോയിട്ട്. കട പൂട്ടിയാ നേരെ വീട്ടിലേക്കാ. എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവൻ ഇങ്ങടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കയറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യെ. അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ഇതാ വന്നല്ലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിന്ന്. എന്തോ പാർട്ടി അത്ര. പാർട്ടിയോ? അപ്പൊ വീശിയിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ടാ? അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുവോന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാറുള്ളൂ. അയാള് ചത്തു പറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ലേ അമ്മേ? കൊല്ലം എത്രയായാലെന്താ? അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ അപ്പുണ്ണിയെ? ഒരേല നീ പേടിച്ചോടണം. നീ എങ്ങനെയാ പുണ്യ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും മേലെയൊന്നും ഇല്ല ശങ്കരേട്ടാ. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോളെ. നേരെ ഒരുപാടായില്ലേ, കിടന്നോട്ടെ. എല്ലാവരും പോവാ. വായു ഇളകി തുടങ്ങി. ഞാനും വരാം. ഞാനും വരിക. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്താ ഈ പട്ടി കിടന്ന് കുറയ്ക്കണേ? വേദനിക്കുന്നു. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്. ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ കുളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതര നോട്ടവും ശൃംഗാരവും. ഒന്നും മിണ്ടാണ്ടിരിക്കോ വിജയേട്ടെ. വരൂ, നമുക്ക് പോവാം. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞേ? സ്വാമിയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം. പക്ഷേ രണ്ടുപേർക്കൊപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ.
വത്സ എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. എന്റെ അമ്മോ. എന്താ അയ്യേ. ഞെട്ടരുത്. എടാ തന്തയ്ക്ക് പിറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്ന്. ഉണ്ടാ ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ മോനെ വത്സ, ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോടിയെടുക്കും ശരി പോവാൻ. സ്വാമിജി. ദീപാരാധനയൊക്കെ കഴിഞ്ഞോ? ഓ, മുണ്ടും നേരിടും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാരമാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അമ്മാവിന്റെ മോന്റെ കണ്ണ് രണ്ട് ഞാൻ ചൂന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ, അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായമൊന്നും വേണ്ട. സ്വന്തം ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു ശത്രു തരാം. നീ തന്നെയാണോ എന്റെ ശത്രു? പോ. വേണ്ടേ? ഹലോ, വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെ ആയിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണ വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാർ 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധികനാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലിന്ന് പറഞ്ഞുവിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. ആ, രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. എങ്ങട്ടാ മേനെ കാലത്ത് തന്നെ ഇത്ര ഒപ്പറാളത്തില്? ആ ഇത്തിരി വെപ്രാളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. 1-ാം മാസം വിളിച്ചെടുത്ത ചിട്ടിയ. മാസം 3 കഴിഞ്ഞിട്ട് കക്ഷിയുടെ പൊടി പോലും കാണുന്നില്ല. ആരാ കക്ഷി? നമുക്ക് കൈകാര്യം ചെയ്യാം. ആ ഇസ്മായിലിന് ഒരു 300 വാങ്ങിച്ചു കൊടുത്താൽ മതി. സംഗതി ക്ലീനാക്കി കൈ തരും. എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കയ്യിൽ ഇറങ്ങി തനിക്ക് കാണാനല്ലേ? ചിട്ടിയും വട്ടിയും ഒക്കെ നടക്കുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ മേന്നെ? ആൾ ആരാണെന്ന് പറ. നമ്മളെ പാണാട്ട ശങ്കരൻ നായരുടെ വരുവാനില്ലേ, ഗോപിനാഥൻ, അവൻ തന്നെ. അത് കിട്ടില്ല എന്റെ മേന്നെ. കർത്താവാണ് സത്യം, അത് കിട്ടാൻ പോണില്ല. കഴിഞ്ഞ 31-ാം തീയതി ബോണസ് കിട്ടുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചതാ പുള്ളി. ദോഷം പറയരുതല്ലോ. പിന്നെ അവനെ ആ വഴിക്കേ കണ്ടിട്ടില്ല. ആ ചെല്ലേ ചെല്ലേ. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? ധാന്യോന്തരം കുഴമ്പല്ലേ ശങ്കര ഇത്? അതെ. ഇത് എന്തിനുള്ള കുഴമ്പാണെന്ന് നിനക്കറിയാമോ? എടാ, പ്രസവിച്ച് കിടക്കണ പെണ്ണുങ്ങൾ പെട്ടണ കുഴമ്പായത്. നീ ഇങ്ങനെ തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. അവനല്ലേ ഇവിടെ? ആര്? ആരാണോ? നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്. അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു ഈശ്വര, എനിക്കൊന്നറിയാം. രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങേരോട് പറഞ്ഞേക്ക്. അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഓടിക്കും. എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പശുവിനെ കറക്കാൻ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രയായി? ഈ അമ്മാവൻ ഇവിടെ നിന്നല്ലേ? അയ്യേ, അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ.
കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാൻ ഞാൻ അവിടെ പെണ്ണ് കാണുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ചിട്ടിയുടെ ഗഡു വരാന്ന് പറഞ്ഞ ഗോപി. പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. എന്നാല് ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവുണ വർത്താൻ പറയണ്ടല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ.